പുതിയ ഗവർണർ സർക്കാരുമായി നല്ല ബന്ധത്തിലാണ്. എന്നാൽ SFI അത് വഷളാക്കുന്ന സ്ഥിതി ഉണ്ടായിരിക്കുന്നു. ഗവർണർക്ക് SFIയുടെ നിലപാടിൽ വലിയ പ്രതിഷേധം. വീണ്ടും SFI ഗവർണർ സംഘർഷം കേരളത്തിലുണ്ടായാൽ അത്ഭുതത്തിന് വകയൊന്നുമില്ല, പിണറായി വിജയൻ ഇടപെട്ടില്ലെങ്കിൽ. അതെ, ഇത് യാദൃശ്ചികമാണെന്ന് കരുതാനും വകയില്ല. കാരണം CPMനെ സംബന്ധിച്ചിടത്തോളം എല്ലാ മൂവ്മെൻറ്റും ഏറ്റവും താഴെ തട്ടിൽ നിന്നാണ് വരുന്നത്. അങ്ങനെ വിദ്യാർത്ഥികൾ വീണ്ടും വിചാരവും ആലോചനയും ആരുടെയെങ്കിലും ഉപദേശവും കൂടാതെ പ്രവർത്തിക്കുന്ന ഒരു സംഘടനയല്ല, പ്രത്യേകിച്ചും CPMൻ്റെ വിദ്യാർത്ഥി വിഭാഗം. SFI കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിൽ ഇന്ന് വൈസ് ചാൻസലറെ സ്വാഗതം ചെയ്തത് വളരെ വിചിത്രമായ ഒരു മുദ്രാവാക്യത്തോടെയാണ്. വളരെ സങ്കടകരം. മുദ്രാവാക്യമല്ലോ, ഗവർണർ അവിടെ ഒരു പരിപാടിയിൽ പങ്കെടുക്കാൻ വരുന്നു. SFIക്കാർ ആരിഫ് മുഹമ്മദ് ഖാൻ വന്നപ്പോൾ ചെയ്തിരുന്നത് പോലെ ഒരു ബാനർ വലിച്ചു കെട്ടി ഗവർണറെ ആക്ഷേപിച്ചുകൊണ്ട്. അതെ അതെ, വി നീഡ് എ ചാൻസലർ നോട്ട് സവാർക്കർ എന്നാണ്. എന്താണ് സവാർക്കർ എന്നറിയാത്തത് അവരുടെ ഒരു പ്രഖ്യാപനം പോലെയാണ്. അത് മാത്രമല്ല, ഈ ഗവർണർ ഒരു RSSകാരനാണെന്നറിയാം. RSSൻ്റെ ശാഖയിൽ നിന്ന് വളർന്ന ആളാണ്. അതെ, അങ്ങനെ വളർന്ന് ആരിഫ് മുഹമ്മദ് ഖാനെ പോലെയല്ല, ചെറുതിലേ മുതൽ ശാഖയിൽ പോയി ശാഖയിലൂടെ ഒരു സംഘപ്രവർത്തകനായി വളർന്നു വന്ന് രാഷ്ട്രീയത്തിൽ വന്നു. BJPയുടെ MLA ആയി, മന്ത്രിയായി, ഗോവയിലെ സ്പീക്കറായി വന്ന ആളാണ്. അതെ, പറഞ്ഞു വന്നാൽ ആരിഫ് മുഹമ്മദ് ഖാനേക്കാളും മൂത്ത സംഖ്യയാണ്. ആ സംഖ്യയുടെ അടുത്താണ് സവർക്കറുടെ പോസ്റ്റർ കാണിച്ച് SFIക്കാർ ചൊറിയാൻ ചെന്നിരിക്കുന്നത്. അല്ല, അതിനകത്തുള്ള ഒരു വൈരുദ്ധ്യം കേരള ഗവർണർ ആയി രാജേന്ദ്ര വിശ്വനാഥ് അർലേക്കർ ചാർജ് എടുത്തതിന് ശേഷം സർക്കാരുമായി തർക്കത്തിലോ വഴക്കിലോ പോകാൻ ഇഷ്ടപ്പെടാത്ത ഒരു ഗവർണറുടെ സമീപനമാണ് നമ്മൾ തുടക്കം മുതലേ കണ്ടത്. ഇതുവരെ ഇല്ലാത്ത തരത്തിൽ കേന്ദ്രത്തിനോട് കേരളത്തിന് അർഹപ്പെട്ട സാമ്പത്തിക ആനുകൂല്യം ചോദിച്ചു വാങ്ങുവാൻ ധനകാര്യമന്ത്രിയെ കാണാൻ പ്രോട്ടോകോൾ പോലും ലംഘിച്ച് ഗവർണർ മുഖ്യമന്ത്രിയുടെ ഒപ്പം പോവുകയും ചെയ്തു. അങ്ങനെ ഒരു ഔദാര്യം കാണിച്ച ഒരു ഗവർണറുടെ മഹാമനസ്കതയെ സ്വാഗതം ചെയ്യുന്ന അതിന് പകരം ഈ തരത്തിൽ ആക്ഷേപിക്കുന്നു എന്ന തോന്നലോടെ ഇതുപോലുള്ള കമൻറ്റ് അവതരിപ്പിക്കുന്നത് വിവരക്കേടാണ്. സത്യത്തിൽ അദ്ദേഹം വിദ്യാർത്ഥികളെ ഉപദേശിച്ചത്, നിങ്ങൾ പഠിക്കുക, സേ നോ ടു ഡ്രഗ്സ് എന്ന ഒരു മേൽവസ്ത്രം ഒന്നാണ് അദ്ദേഹം അവിടെ പ്രസംഗിച്ചത്. വൈസ് ചാൻസലർക്ക് അദ്ദേഹം നിർദ്ദേശം കൊടുത്ത് ഇതുപോലെയുള്ള വിവരക്കേടുകൾ കോളേജുകളിൽ കെട്ടേണ്ട ബാനറല്ല ഇതൊന്നും. ഈ മഹാരാജാസ് കോളേജിലെങ്ങാനും ഗവർണർ ഒന്ന് വന്നിരുന്നെങ്കിൽ. അതെ അതെ, അല്ല അവിടെ എന്തൊക്കെയാണ് ഇല്ലാത്തത്. പോലീസ് അവിടെ റെയ്ഡ് നടത്തിയതിന് ശേഷം ഗവർണർക്ക് അങ്ങോട്ട് വരാൻ പറ്റും. അപ്പല്ല, ഇത് ഗവർണറുടെ പ്രസംഗത്തിനകത്ത് ഇത്രയും പ്രകോപനപരമായ സമീപനം ഉണ്ടായിട്ടും ഗവർണർ എത്ര സംയമനത്തോടെ പ്രസംഗിച്ചു എന്നാലോചിക്കുക. നിങ്ങൾ സവർക്കറെ കുറിച്ച് പഠിക്കുക, നിങ്ങൾ വിദ്യാർത്ഥികളല്ലേ, വിദ്യാർത്ഥികൾ സവർക്കറെ അറിയാതിരിക്കുക എന്നത്, ഇല്ലെങ്കിൽ നിങ്ങളെ ആരെങ്കിലും സവർക്കറുടെ പേര് പറഞ്ഞ് തെറ്റിദ്ധരിപ്പിച്ചിട്ടുണ്ടാവും. ഞാൻ ഓർക്കുന്നത് ഇവിടെ പിന്നെ കാലടി യൂണിവേഴ്സിറ്റിയിലെ ഒരു മലയാളം പ്രൊഫസർ സവർക്കർ ബ്രിട്ടീഷുകാരുടെ ഒറ്റുകാരനാണെന്ന് നാട് നീളെ പ്രസംഗിച്ച് കിടക്കുന്ന ചില വീഡിയോകൾ ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പോൾ അതിൽ അദ്ദേഹം ബ്രിട്ടീഷുകാർക്ക് മാപ്പെഴുതി കൊടുത്തിട്ട് ശിക്ഷയളവ് വാങ്ങി തിരിച്ചു പോരുന്ന ആളാണെന്ന് പറയുന്നുണ്ടായിരുന്നു. അദ്ദേഹം എങ്ങനെയാണ് വീര സവാർക്കറായത്, എവിടെ ഏത് ചരിത്രത്തിൻ്റെ ഏത് നിമിഷത്തിലാണ് അദ്ദേഹത്തിന് വീരപ്പട്ടം കിട്ടിയതെന്നൊക്കെ പരിഹാസത്തോടെ ചോദിക്കുന്നതും കേട്ടു ആ പ്രാസംഗികൻ. ഇതുപോലെയുള്ള അധ്യാപകരിൽ നിന്ന് കേട്ടുപിടിച്ച പാഠം ആണ് ഈ തരം. അല്ല, നമ്മുടെ കോപ്പിയടി പ്രൊഫസറല്ലേ? അതെ, തീസിസ് മുഴുവൻ കോപ്പിയടി. അതെ 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 അതെ, പല അതുകൊണ്ട് തന്നെ ആളുകൾ നുണയിടം എന്നൊക്കെ വിളിക്കുന്നുണ്ട്. അദ്ദേഹം തന്നെയാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ പിന്നെ PhD പ്രബന്ധം പൊളിച്ചടുക്കി തൃശ്ശൂരിലെ ആനന്ദൻ പിള്ളയുടെ മാഗസിൻ സാഹിത്യ വിമർശം, അതിൽ തുടർ ലേഖനങ്ങൾ വന്നിട്ട് ഇദ്ദേഹം ഇതുവരെ മറുപടി പറഞ്ഞിട്ടില്ല. പിന്നെ അഡ്വക്കേറ്റ് ജയശങ്കർ ഇദ്ദേഹത്തിൻ്റെ ത്തെക്കുറിച്ച് ഒന്നിലേറെ വീഡിയോ ചെയ്തിട്ടുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ നമ്മുടെ ചാനലിൽ തന്നെ അതെ ABC ചെയ്തിട്ടുണ്ട്, അല്ലാതെ നമ്മുടെ ന്യൂസ് ചാനലുകൾ പുറത്തും ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിലൊക്കെ ഇദ്ദേഹത്തിനെതിരെ വന്ന വിമർശനങ്ങൾ മിണ്ടിയിട്ടില്ല. അതേസമയത്ത് അദ്ദേഹത്തിൻ്റെ ഈ ദുഷ്പ്രചരണം മാർക്സിസ്റ്റ് വേദികൾക്ക് രുചിക്കുന്ന തരത്തിലുള്ള വാചകങ്ങൾ സത്യമാണോ അല്ലയോ എന്നറിയാതെ പറയുന്നുണ്ട്. കോപ്പിയടി പ്രബന്ധം വെച്ച് PhD നേടി അങ്ങനെ ഒരു സർവകലാശാലയിൽ പാർട്ടി ജോലി മേടിച്ചു കൊടുത്താൽ പിന്നെ ഈ കൂലിപ്പണി ചെയ്യാതെ നിവൃത്തിയില്ല. ഇന്ന് പാർട്ടിയുടെ അറിയപ്പെടുന്ന താത്വിക ബുദ്ധിജീവിയായിട്ടാണ് അദ്ദേഹം
കരുതപ്പെടുന്നത്. അദ്ദേഹത്തിന് ഒരുപാട് പ്രസംഗവേദി ഒരുക്കി കൊടുക്കുവാൻ പാർട്ടിയുടെ ഘടകങ്ങളെല്ലാം ഔത്സുക്യം കാണിക്കുന്നുണ്ട്. അതെന്തെങ്കിലും ആവട്ടെ. പക്ഷേ കുട്ടികൾക്ക് ഈ ഇത്തരം അധ്യാപകരിൽ നിന്ന് ലഭിക്കുന്ന ഇതുപോലുള്ള ദുരുപദിഷ്ടമായ പാഠം, അതാണ് ഗവർണർ പറഞ്ഞത്. ഗവർണർ എന്താണ് പറഞ്ഞത്? ഗവർണർ പറഞ്ഞത്, വിദ്യാർത്ഥികളാണ് നിങ്ങൾ നാളെ ലോകത്തിൻ്റെ നാനാഭാഗത്തേക്കും തൊഴിലെടുക്കാൻ പോകുന്നവരാണ്. നിങ്ങൾക്ക് അടിസ്ഥാന കാര്യങ്ങളിൽ ബോധവും അറിവും ഉണ്ടാകണം. അതിന് നല്ല പാഠങ്ങൾ ഗ്രഹിക്കുകയാണ് വേണ്ടത്. എസ്എഫ്ഐക്കാർക്ക് പൊതുവിൽ വിവരമില്ല എന്ന് ഗവർണർ പറഞ്ഞു. അതെ, പേരെടുത്ത് പറയാതെയും അങ്ങനെ ഡയറക്റ്റായിട്ട് പറയാതെയും നീയൊക്കെ പഠിക്കണമെന്ന് പറഞ്ഞാൽ ബോധവുമില്ല, വിവരവുമില്ല, വെളിവുമില്ല, വെള്ളിയാഴ്ചയില്ല എന്ന് പറഞ്ഞു. കൃത്യമായി 6 ഏക്കർ മനസ്സിലാക്കി കേരളത്തിൽ എസ്എഫ്ഐ. അത് പുള്ളിക്ക് ഇതിനകം വേണ്ട വിവരങ്ങളൊക്കെ കിട്ടി കാണും. അവിടെ അദ്ദേഹത്തിന് നല്ല PR സിസ്റ്റമൊക്കെ ഉണ്ടല്ലോ. ആരിഫ് മുഹമ്മദ് ഖാൻ പറഞ്ഞു കൊടുത്തിട്ടുണ്ടാവും. ഉണ്ട്, തീർച്ചയായിട്ടും. പിന്നെ അദ്ദേഹം കേരളത്തെ പറ്റി നല്ലൊരു ഗൃഹപാഠം നടത്തിയായിരിക്കും ഇവിടെ വന്നത്. ഇവിടുത്തെ രാഷ്ട്രീയവും ഇവിടുത്തെ രാഷ്ട്രീയ അതിപ്രസരവും രാഷ്ട്രീയം എന്ന പേരിൽ നടക്കുന്ന കളികുളത്തരം എല്ലാം മനസ്സിലാക്കിയിട്ടുള്ള ഗവർണർക്ക് അദ്ദേഹത്തിന് RSS എന്താണെന്നറിയാം, സവർക്കർ ആരാണെന്നറിയാം, ഗോൾവാർക്കർ ആരാണെന്നറിയാം, ഇവിടുത്തെ സന്നദ്ധ പ്രവർത്തനം എന്താണെന്നും പൊളിറ്റിക്സ് എന്താണെന്നും കൃത്യമായ ബോധമുള്ള ഒരു മനുഷ്യൻ്റെ ഇരുത്തം വന്ന പ്രസംഗമാണ് അദ്ദേഹത്തിൻ്റെ. അങ്ങനെയുള്ള ഒരാളിനെ എന്താണ് ആരാണെന്ന് മനസ്സിലാക്കാതെ ഇതുപോലെയുള്ള ചോറ്റുപട്ടാളങ്ങളെ ഇറക്കിവിട്ട് ഗോവിന്ദൻ്റെ കുട്ടിപ്പട പെരുമാറുന്നത് തികച്ചും അക്ഷന്തവ്യമാണ്. അല്ല, പിണറായിക്കിപ്പോൾ ഈ പറഞ്ഞതുപോലെ ഗവർണറുമായിട്ട് നല്ല ബന്ധമുണ്ട്. അത് നല്ല ബന്ധത്തിൽ ഇനി മുന്നോട്ട് പോകുമെന്ന് അതിലാരോ അസ്വസ്ഥതയുള്ള ഇഷ്ടപ്പെടാത്ത ഒരു വിഭാഗം പാർട്ടിയിൽ അല്ലെങ്കിൽ CPM-ലോ SFI-ലോ ഉണ്ടാവും. അവരായിരിക്കണം ഈ കുട്ടിക്കുരങ്ങന്മാരെ ഇറക്കിയിരിക്കുന്നത്. ഇതേപോലെ തന്നെയാണ് ആരിഫ് മുഹമ്മദ് ഖാൻ വന്നപ്പോഴും ഈ ബാനറൊക്കെ വെച്ചതാണ് പുള്ളിയെ ഇറിറ്റേറ്റ് ചെയ്തത്. അതെ, തീർച്ചയായിട്ടും. അപ്പോൾ പിണറായിയിലെ പാർട്ടിയുടെ യുവജന വിഭാഗം അദ്ദേഹത്തിനെതിരാണോ? വിദ്യാർത്ഥി വിഭാഗം, വിദ്യാർത്ഥി യുവജന വിഭാഗത്തെ കൺട്രോൾ ചെയ്യുന്നത് ആരാണ് പാർട്ടിയിൽ? ഇപ്പോൾ ആ ആളാണ് ഇത് ശ്രദ്ധിക്കേണ്ടത്. ആ ആൾ പിണറായി വിജയൻ വീണ്ടും മുഖ്യമന്ത്രിയാകുന്നതിനും എതിരായിരിക്കണം. കാരണം 77 വയസ്സ് കഴിഞ്ഞവർക്ക് ലഭിച്ച ഒരു ഇളവിൻ്റെ പേരിൽ അദ്ദേഹം തുടരുകയാണ്. അപ്പോൾ അത് ഇന്ന് വൃന്ദക്കാരട്ട് ഇന്നലെയും കൂടി അത് ഓർമ്മിപ്പിച്ചിരുന്നു. അവരിനി അടുത്ത തവണ PB-യിൽ വരുന്നില്ല എന്നും. പിണറായി വിജയൻ അങ്ങനെയല്ല, അദ്ദേഹത്തിന് തുടരാമെന്നും. പാർട്ടിയുടെ മുതലാളിയല്ലേ, പാർട്ടിക്കാർക്ക് ചെലവിന് കൊടുക്കുന്ന ആള്. പക്ഷേ ഈ മുതലാളിയെ പാർട്ടിയിൽ എല്ലാവരും അംഗീകരിക്കുന്നില്ല. പക്ഷെ അത് മുതലാളിക്കെതിരെ ശബ്ദിക്കാനുള്ള ഒരു ശേഷിയില്ലാത്തതുകൊണ്ടാണ്. അതെ, ഈ കാര്യം തമിഴ്നാട്ടിൽ നിന്ന് അദ്ദേഹം മടങ്ങിയെത്തിയാലുടൻ കോഴിക്കോട് സർവകലാശാലയിലെ SFI പ്രവർത്തകർ കാണിച്ച ഈ കന്നന്തിരിവ് ശ്രദ്ധിക്കുകയും അതിനെ മുളയിലെ നുള്ളുകയും ചെയ്യും എന്നാണ് എൻ്റെ വിശ്വാസം. കാരണം പിണറായിക്ക് ഇനിയിപ്പോൾ വീണ്ടും ഗവർണറുമായി ഒരു മല്ലുണ്ടാക്കിയിട്ട് അടുത്ത 1 വർഷം കേന്ദ്ര സംസ്ഥാന ബന്ധം വഷളാക്കി കൊണ്ടുപോകാൻ ഒരു താല്പര്യം ഉണ്ടാവില്ല. അത് അദ്ദേഹത്തിൻ്റെ തന്നെ ഹരാഗിരിയായിരിക്കും. അതെ, വലിയ അപകടം ചെയ്യും. കാരണം ഇനി ഒരുപാട് കാര്യങ്ങൾ ഗവർണർക്കൂടെ മുന്നിൽ നിർത്തി നേടിയെടുക്കാം എന്ന് കരുതുന്ന ഒരാളാണ്. അതിലൂടെ കിട്ടുന്നൊരു രാഷ്ട്രീയ സന്ദേശം കൂടിയുണ്ടല്ലോ. കാരണം തുടർഭരണം പിണറായി സ്വപ്നം കാണുന്നുണ്ട്. പക്ഷേ വേറെ കാര്യമുണ്ട്, പാർട്ടിയിൽ ഇനിയും പാർട്ടി ഭരിക്കാൻ പോവുകയാണ്, ഇനി പാർട്ടി ഉണ്ടാവില്ല എന്ന് വിചാരിക്കുന്ന കുറച്ച് സച്ചിദാനന്ദന്മാരിപ്പോഴും പാർട്ടിയിലുണ്ട്. പക്ഷേ അങ്ങനെയല്ല, വിവരമില്ലാത്തവരാണല്ലോ. ഇലക്ഷൻ വരുമ്പോൾ അതൊക്കെ മറക്കും. മരുവാളും ചുറ്റിയും കണ്ട ഹാലിളകി അതേ കുത്തുന്ന കുറേ ആളുകൾ ഇപ്പോഴും നിർഭാഗ്യവശാൽ ജീവനോടെ ഉണ്ട്. അവരത് എന്തു വന്നാലും അതിനെ കുത്തുള്ളൂ. പക്ഷേ ഈ ജയാപജയം നിർണ്ണയിക്കുന്നത് വേറെ ഒരു 10% ആളുകളാണ്. അവരങ്ങോട്ടും ഇങ്ങോട്ടും അറിയാം. അതുകൊണ്ടാണല്ലോ കേരളത്തിൽ മാറി തിരിഞ്ഞ് വന്നുകൊണ്ടിരുന്നത്. അപ്പോൾ ആ 10% മാനേജ് ചെയ്യുന്നതിൽ വിജയൻ കഴിഞ്ഞ തവണ വിജയിച്ചു. പക്ഷേ വേറൊരു കാര്യമുണ്ട്, ഇപ്പോൾ നമ്മൾ പറയാൻ പാടില്ലാത്ത. എന്നാലും പിണറായി വിജയൻ അല്ലെങ്കിൽ LDF വരാതിരുന്നിട്ട് SDPI കേരളം ഭരിക്കണോ? അങ്ങനെ ഒരു ചോദ്യമുണ്ട്. അതെ, കോൺഗ്രസ് വന്നാലും കമ്മ്യൂണിസ്റ്റ് പാർട്ടി വന്നാലും SDPI വരുന്ന ഒരവസ്ഥയും. അതെ. അപ്പോൾ ഇത് ഏതായാലും ഗവർണർ ഉയർത്തിവിട്ടിരിക്കുന്ന ഈ സമീപനം കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നേതൃത്വം മനസ്സിലാക്കുകയും അതിൻ്റെ കുട്ടിപ്പടയെ നിലയ്ക്ക് നിർത്തുകയും ചെയ്യും. ഏതായാലും ഇവർ ആരിഫ് മുഹമ്മദ് ഖാൻ ജാമിയ മിലിയയിലുമൊക്കെ തല്ലി വളർന്ന ആളാണ്. പക്ഷേ അങ്ങനെയല്ല, അദ്ദേഹത്തിന് ആ ശേഷിയുണ്ട്. പക്ഷേ അദ്ദേഹം സംഘത്തിലൂടെ RSSലൂടെ വന്ന ആളല്ല. കുട്ടിക്കാലത്ത് RSSൻ്റെ ശാഖയിൽ കബഡി കളിച്ച് വന്ന ആളാണ് ആർലേക്കർ. അത് SFIക്കാരൻ ഓർത്താ കൊള്ളാം. അതെ, ഇപ്പോൾ അദ്ദേഹം ഗവർണറായിരുന്നാണ് സംസാരിക്കുന്നത്. അതെ, അത് ഒരു പരാജയമായിട്ട് എടുക്കരുത്. അതെ, മുണ്ട് മടക്കി കുത്തി ഇറങ്ങണമെങ്കിൽ ആർലേക്കർ ഇറങ്ങും. ആരിഫ് മുഹമ്മദ് ഖാൻ ഇറങ്ങിയതുപോലെ ആവില്ല.
അതെ അതെ. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽബട്ടനും അമർത്തുക.